നടക്കൂല. എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് പറയുക, PR-നെ കുറിച്ചിട്ടാണ്. PR-നെ കുറിച്ച് പറഞ്ഞത്, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം യൂട്യൂബേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമന്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ഈ PR വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ നല്ലതല്ലെങ്കിലും നല്ലതാന്ന് പറയും. കാരണം പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ആണല്ലോ, നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ. പെയ്ഡ് പാർട്ട്ണർഷിപ്പ് അല്ല, അല്ല, എന്നാലും ഓൾമോസ്റ്റ് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും അവര് നല്ലതല്ലെങ്കിലും നല്ലതേ പറയുള്ളൂ. എനിക്കും അങ്ങനെ കമന്റ് വരാറുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമാണ്. നമ്മൾ ഏത് ഇപ്പൊ ഞാൻ എന്തോരം ഒരു 50+ ബ്രാൻഡ്സിന്റെ കൂടെ എന്തൊക്കെയാണെങ്കിലും ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വി ഹാവ് ദ ലിബർട്ടി ടു സേ നോ, നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ. മനസ്സിലായി? നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമായില്ല, റിവ്യൂ ദേ ആസ്ക് ഫോർ റിവ്യൂസ്. എല്ലാ മിക്ക ബ്രാൻഡ്സും നമ്മുടെ കൊളാബറേഷൻ കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ആസ്ക് ഫോർ റിവ്യൂസ്. നമ്മൾ ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്, ടെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ വി ക്യാൻ ബാക്ക് ഔട്ട്. നമ്മളാരും ഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇപ്പൊ നിങ്ങൾ ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാല് എല്ലാവരും ഒരേ ടൈമിലാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ആയിരിക്കണം തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് വന്നു. അപ്പൊ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ബ്രാൻഡിന്റെ ഉദ്ദേശം എന്താ? മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. സോ അവര് മാക്സിമം ക്രിയേറ്റേഴ്സിനെ കൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യും. അതാണ്. അപ്പൊ ഈ ബ്രാൻഡ്സിന്റെ ഒക്കെ ഈ നമ്മുടെ ഈ എന്താ പറയാ ക്യാമ്പയിൻ ഡേറ്റ് എന്ന് പറയുന്നത് 15-ാം തീയതിക്കുള്ളിലായിരിക്കും മാസത്തിന്റെ. അപ്പൊ എല്ലാവർക്കും വി ആർ ഫോഴ്സ്ഡ് ടു അപ്ലോഡ് അതിന് മുന്നേ. അതാണ് എന്റെ ടൈം. അത് തന്നെ നമ്മൾ അത് എന്താ പറയും, നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പോകും. ആ ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ നമ്മള് ഒന്നെങ്കിൽ അടുത്ത മാസത്തേക്ക് മാറും, അല്ലെങ്കിൽ അത് അങ്ങനെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് അവര് പക്ഷെ മിക്ക ബ്രാൻഡ്സും പ്രീവിയസ് മന്ത് ലാസ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് അയച്ചു തരും. നമുക്ക് അത്രയും സമയം സ്ക്രിപ്റ്റ് ഒക്കെ തരും, നമുക്ക് ഇന്നതുപോലെ പറയണം അങ്ങനെയൊക്കെ. ചില ബ്രാൻഡ്സ് തരും, ചില ബ്രാൻഡ്സ് തരില്ല. ചില ബ്രാൻഡ്സ് എല്ലാം, അതായത് ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ ബ്രാൻഡ് പോയിന്റേഴ്സ് ഉണ്ടാവും. അതായത് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ബ്രാൻഡിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റേഴ്സ് അത് ആഡ് ചെയ്യണം. ചില ബ്രാൻഡ്സിന് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ചിലത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലത് നമ്മൾ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. അതാണ് എനിക്കിഷ്ടം, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഒരു ക്രിയേറ്റീവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ എല്ലാ ബ്രാൻഡ്സും അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ കുറച്ച് ബ്രാൻഡ്സ് ഉള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്? ഈ കോസ്മെറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്ത എന്തെങ്കിലും അതായത് PR വർക്ക് കിട്ടിയിട്ട്, അതായത് നമ്മളിങ്ങനെ ഇന്ന ബ്രാൻഡ് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കിട്ടി, അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ? എന്താ ഈ ഫേസസ് കാനഡ എന്ന ബ്രാൻഡ് ഞാൻ എന്റെ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്തതാണ്. അപ്പൊ അവരുടെ ബ്രാൻഡ് കൊളാബറേഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മെയ്ബിലിൻ, ലോറിയൽ, നൈക്കൊക്കെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണായിരുന്നു. പക്ഷെ മാക്ക് അങ്ങനെ ഞാൻ റെഗുലർ മാക്കിന്റെ ഭയങ്കര ഫാനോ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് അവരുടെ സെലക്ടഡ് പ്രൊഡക്ട്സ് മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ മാക്ക് ഐ വാസ് നോട്ട് ലൈക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നൈക്ക എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നൈക്ക വന്നിരുന്നെങ്കിൽ നൈക്ക വന്നിട്ട് എന്റെ അമ്മ ചോദിക്കുന്നു നൈക്കിന് വന്നില്ലല്ലോ ഈ മാസം, അങ്ങനെ പറയുന്നു. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. അപ്പൊ നൈക്ക ഞാൻ ഇങ്ങനെ കാത്തിരുന്നിട്ട് വന്നതാണ്. മെയ്ബിലിൻ, ലോറിയൽ സ്റ്റിൽ ഐ എം വർക്കിംഗ്. അവരുടെ ഒരു 4 കൊല്ലം കേട്ടോ നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണത്. ലോറിയലായിട്ട്, നോട്ട് മെയ്ബിലിൻ. ഫസ്റ്റ് വന്ന PR ഏതാ? എന്ത് ആദ്യമായിട്ട് വന്നത് എനിക്ക് ഇതായിരുന്നു, ഒരു ഫെമിനിൻ ഹൈജീൻ പ്രോഡക്റ്റിന്റെ ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു 3 പ്രൊഡക്ട്സോ 4 പ്രൊഡക്ട്സ് വന്നിട്ടാണ് വന്നത്. അങ്ങനെ ഫെമിനിൻ ഹൈജീന്റെ കുറെ പ്രൊഡക്ട്സ് ഫസ്റ്റ് പെയ്ഡ് ആയിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഐശ്വര്യ ടെസ്റ്റ് ചെയ്തിട്ടാണ് സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരൊന്നും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്കത് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അലർജി ക്രിയേഷൻ നമുക്ക് ഫേസിൽ കാണും. അതെ, മനസ്സിലായോ? അതൊന്ന്. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കും. ഇപ്പൊ എന്റെ മുഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ കള്ളത്തരം വരും, ഭയങ്കര ആർട്ടിഫിഷ്യൽ. എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് പ്രോപ്പർലി ഓക്കെ ആയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതായത് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ അതായത് അതിനൊക്കെ ചെയ്യുമ്പോൾ കോസ്റ്റ്യൂം, ജ്വല്ലറി അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സീരീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എവിടെ ഓണം സീരീസ് ചോദിക്കട്ടെ. ഓണായിട്ടില്ല, എവിടെ വരെ ആയി? ഇപ്പൊ ഞാൻ എന്റെ കണ്ടന്റ് പ്ലാനിങ്ങിലാണ്, ഡിസ്കസിംഗ് വിത്ത് ദ ബ്രാൻഡ്സ്. ഇപ്പൊ നമുക്ക് ഈ ഓണം സീരീസ് എപ്പോഴും സക്സസ്ഫുൾ ആണത് നമ്മളുടെ ബുട്ടീക്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ആയിട്ട് വിമൻ ഓൺഡ് ആയിട്ടുള്ള
ബിസിനസ് ആയിട്ടാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് എല്ലാ ഓണം ആൻഡ് വിഷു സീരീസ്. അപ്പൊ ഇതിപ്പോ നമ്മൾ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കുക, ഇങ്ങനെ ഓരോരോ നമ്മൾ ഔട്ട്ഫിറ്റ് വൈസ് ആണെങ്കിലും ആക്സസറീസ് വൈസ് ആണെങ്കിലും അങ്ങനെ നമ്മളിപ്പോ ഡിസ്കഷന്റെ മോഡിലാണ് ഇപ്പോ. അവര് ഇങ്ങോട്ട് നമ്മളെ കോൺടാക്ട് ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോവാറുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ മോളുടെ വീഡിയോസ് ഫുൾ ഞാൻ അങ്ങോട്ടാ കോണ്ടാക്ട്, അത്രയും നാൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികളുടെ കോണ്ടന്റ് ഒന്നും. അപ്പൊ ഞാൻ വാവയുടെ ഇങ്ങനെ ഓണത്തിന് നമുക്ക് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ബുട്ടീക്സ് ഉണ്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാം സെർച്ച് ചെയ്ത് അങ്ങനെ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് അങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടാണ് കുറെ പേര്. അല്ലാണ്ടുള്ള ഇപ്പൊ എന്റെ ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന കുറെ അറിയാം. അപ്പൊ അവര് കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും അവര് തന്നെ ഫോട്ടോസ് ഒക്കെ അയക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമുക്കൊരു സന്തോഷം. ഈവൻ എനിക്കും കണ്ടന്റ് ക്രിയേഷൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ബിസിനസ് അവർക്കും ഇറ്റ്സ് ലൈക്ക് എ ഗീവ് ആൻഡ് ടേക്ക്. സീരീസിന്റെ ആ ഒരു ടൈമാന്ന് തോന്നുന്നല്ലേ ഭയങ്കര ഇഷ്ടമുള്ള സമയം. ഇപ്പൊ ഓണം, പ്രത്യേകിച്ച് ഓണാണ് കേട്ടോ. ഓണത്തിന്റെ ടൈമില് ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റുമുണ്ട്, അല്ലെങ്കിൽ ഒരു സാരി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്കേർട്ടും ടോപ്പ്. ഇപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെയൊക്കെ സീരീസ് ആണ് നമ്മൾ ഓക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നോക്കാം, ഹെയർ സ്റ്റൈൽ നോക്കാം എന്നൊക്കെ. ശരിക്കും സീരീസ് ഭയങ്കര കാണുമ്പോഴത്തേക്കും കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും, പക്ഷെ ഭയങ്കര സന്തോഷമാണ് ഔട്ട്ഫിറ്റ് ലൈക്ക് ഔട്ട്പുട്ട് കാണുമ്പോഴത്തേക്കും. നമ്മുടെ ഫീഡ് കാണാൻ തന്നെ പിന്നെ മാത്രം ആ സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എവിടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഡെയിലി അല്ലേ ഇടാറുള്ളത്? ഓണമൊക്കെ ഡെയിലി 10 days ഒറ്റടി കടുപ്പിച്ച്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 30 days ഒറ്റടി എല്ലാ ദിവസവും റീല്. നെക്സ്റ്റ് മന്ത് ഫുള്ള് തിരക്കായിരിക്കും. എന്താ അതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആണ്. എന്താ ഇൻ ബിറ്റ്വീൻ ഒരു 1 week ഞാൻ അൺഅവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ഞാൻ യൂഷ്വലി ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നമ്മള് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്തം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ദിവസം. പക്ഷെ ദാറ്റ് ഇസ് ലൈക്ക് വേസ്റ്റ് ആണ്. വെച്ചാല് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിനും ഗുണമില്ല. ബിക്കോസ് നമ്മള് 10 ദിവസത്തിനൊന്നും അല്ലെങ്കിൽ ഒരാഴ്ചക്കൊന്നും എല്ലാവർക്കും ഡിസ്പാച്ച് ചെയ്ത് നമുക്ക് ബ്ലൗസ് അല്ലെങ്കിൽ സൽവാർ അല്ലെങ്കിൽ ധാവണി തയ്ച്ച് കിട്ടൂല. അപ്പൊ ഞാൻ ഒരു 1 month അല്ലെങ്കിൽ ഒരു മിനിമം 3 weeks മുന്നേ ഞാൻ തീർക്കും. അത് എല്ലാം കഴിയും തുടങ്ങി തീർക്കും. അല്ലെങ്കിൽ നമ്മളോട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു ഗുണവും ഇല്ലാണ്ടായി പോവില്ലേ. അവർക്ക് ജസ്റ്റ് ഷോക്കേസ് ചെയ്യാന്നല്ലാണ്ട് അവർക്ക് ബിസിനസ് കൺവേർഷൻ വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷമായിട്ട് നേരത്തെ ഓണം സീരീസ് അങ്ങ് ചെയ്ത് തീർക്കും. ശരിക്കും അതെല്ലാവർക്കും ആ സമയത്ത് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തീർന്നുകൊണ്ട് അവർക്ക് അത്രയും സെയിൽസ് കൺവേർഷൻ വന്നിട്ടുണ്ട്. അല്ല, കാണുന്നവർക്കും അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതെ ഓണം സീരീസ് കഴിഞ്ഞിട്ട് ഏത് വേണം ഡിസൈഡ് ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൗസ് ജ്വല്ലറി ഒക്കെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ടൈം നോക്കി ഇതിനെക്കാളും ഈ ബ്ലൗസ് സൽവാർ തയ്ച്ചു കിട്ടണ്ടേ. അത് നമുക്ക് എന്തൊക്കെയാണെങ്കിൽ ആ സ്ഥലത്ത് ഭയങ്കര തിരക്കായി പോകില്ലേ, സ്റ്റിച്ചിങ് സെന്റേഴ്സിൽ വരെ. പനി തയ്ക്കുന്നവർക്ക് കുഴപ്പമില്ല. അതെ, ഇപ്പൊ നമ്മൾ ഈ സീരീസ് ചെയ്യുമ്പോ തന്നെ അതായത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരുവിധം ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ ഇപ്പൊ ഈ സീരീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സീരീസ് കഴിയുമ്പോ ഈ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഭയങ്കര കമ്പാരിസൺ നടത്തും. അവര് ചെയ്തത് നന്നായിരുന്നു, ഇവര് ചെയ്തത്. അങ്ങനെ കാണുമ്പോ വിഷമാവാറുണ്ടോ? നമ്മളെല്ലാവരും അവരവരുടെ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ രീതി ഉണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് അതിന്റെ അകത്ത് ഇട്ടിട്ടേ അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. ഈവൻ ദോ നമുക്ക് അതിനേക്കാളും കൂടുതൽ കൊടുക്കണം എന്നുണ്ടായെങ്കിലും നമ്മളൊന്നും നാട്ടിലല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. നമുക്ക് ഈസിലി എല്ലാം പെട്ടെന്ന് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ലിമിറ്റ് വെച്ചിട്ട് ഞാൻ മാക്സിമം ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതെ, പക്ഷെ അത് ഓരോ വർഷവും ഞാൻ കൂടുതൽ എക്സ്ട്രാ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ലാണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് ചെയ്യാനല്ല. കൂടുതൽ എക്സ്ട്രാ ആയിട്ടും ഡിഫറെന്റ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്കൊരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്, എനിക്ക് അതിനകത്തേ പറ്റുള്ളൂ. പക്ഷെ ചേച്ചിയുടെ മെയിൻ തിങ് എന്താണെന്നോ, സബ്സ്ക്രൈബേഴ്സ് ശരിക്കും അവര് തന്നെ അങ്ങനെ പറയും, ചേച്ചി ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു. കമന്റ്സ് വായിക്കാൻ പറയാലോ, ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, ആ സാരി ആണെങ്കിൽ നന്നായിരുന്നു. അവർ അത്രയും ഭയങ്കര നമുക്ക് സജഷൻ തരാറുണ്ട്. അപ്പൊ എനിക്കും സന്തോഷം തോന്നുന്നു. നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ്. ആഷ് ഫാം ഭയങ്കര അടിപൊളിയാണെന്ന്. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് കുറെ വരുമല്ലോ. നമ്മളിപ്പോ എത്ര നന്നായി വീഡിയോ ചെയ്താലും അതിന്റെ താഴെ കമന്റ്സ് വരും. അപ്പൊ ആ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുവോ? വിഷമിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമുക്ക് വിഷമം വരുമായിരുന്നു, നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, നമ്മളുടെ കഷ്ണം. ഓരോ വീഡിയോ നമ്മളുടെ എഫേർട്ടാണ്. അതൊന്നും നമുക്ക് ഈസി, അതെല്ലാം നമ്മളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന, ഷൂട്ട് ചെയ്യണത് ഒറ്റയ്ക്ക്, നമ്മൾ കണ്ടന്റ് ചെയ്യണത് ഒറ്റയ്ക്ക്, എഡിറ്റ് ചെയ്യണത് ഒറ്റയ്ക്ക്, എല്ലാം ഒറ്റയ്ക്ക് ആവുമ്പോൾ നമുക്ക് അയ്യോ അതങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരുമായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും നമ്മളത് പഠിച്ചു വരും. നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല. അത് എന്ത് കേസിലാണെങ്കിലും അതെ. ആടുജീവിതം സിനിമ എടുത്താൽ ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ട്? അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള മൂവി ഇഷ്ടപ്പെടാത്ത തന്നെ എന്തോ ഒരു വലിയ വിഭാഗം ആൾക്കാർ. അപ്പൊ നമുക്ക് ആരെയും അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാം.